നാട്ടിലുള്ള കുറേ പ്രേക്ഷകർ ചോദിച്ചു എങ്ങനെയാണ് വ്ളോഗിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടെന്നുള്ളത്. ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് റെഡിയാ. വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴുള്ളൊരു അഭിപ്രായം മാറ്റങ്ങൾ എന്തോ കാണുന്നത്. വീഡിയോ ഇട്ടപ്പോ ഭർത്താവ് വെള്ളിയാഴ്ച കട്ടുമ്പോ എനിക്കില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമുക്കിവിടെ ഫ്രൈഡേ ആണ്, വീക്കെൻഡാണ്. അങ്ങനെ വീക്കെൻഡിൽ നമ്മൾ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങലുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ മാളിലേക്ക് വന്നതാണ്. ഇത് ഹൈപ്പർ മാർക്കറ്റ് ലുലു മാളാണ്, ബാക്കി ഐക്യാണ്. വലിയ മാളാണ് കേട്ടോ. ഇവിടെ പുറത്ത് തന്നെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ തീമിലോലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി. എന്തായാലും വന്നതായതുകൊണ്ട് കുറച്ച് ചുറ്റി കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നമ്മൾ പുറത്ത് കണ്ട പോലെ സിനിമക്കൊക്കെ സെറ്റ് ഇടുന്ന മാതിരി ഒരു വീട് പോലെ റൂം, കിച്ചണ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളൊരു വീട്ടിൽ പോയ മാതിരി തന്നെ ഫീൽ ചെയ്യും. ഓരോ കബോർഡ് തുറന്നാലും എന്തൊക്കെയാണ് അതിലുണ്ടാവും അതുവരെ അതിലുണ്ടാവും. അങ്ങനെ അത്രയും വീട്ടിലുണ്ടാകുന്ന പോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. എല്ലാ സാധനത്തിൻ്റെയും പ്രൈസ് ടാഗ് കഴിയുമ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാനൊക്കെ സുഖമാണ്. ഒരു പാമ്പാണല്ലോ. ഏതാ ജീവി? ഞങ്ങൾ പൂച്ചാണ്ടികൾ ഇങ്ങനെയാണ്. ഞങ്ങൾ പൂച്ചാണ്ടികൾ. നേരെ വീട്ടിലേക്കല്ലേ? ബീച്ച്. ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങി നേരെ ബീച്ചിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ബട്ട് മാളിൽ കയറിയ സമയം പോകുന്ന അറിയില്ലല്ലോ. അങ്ങനെ ഓരോന്ന് കണ്ട് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ 5:30 പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അത് കാണാൻ അടുത്തില്ലെങ്കിൽ ഒരു മോശമാണല്ലോ. അങ്ങനെ ഞങ്ങൾ വേഗം ബീച്ചിലേക്ക് പോയി. എന്തോ ഭാഗ്യത്തിന് സൺസെറ്റിൻ്റെ 2-3 മിനിറ്റ് മുന്നെങ്കിലും അവിടെ എത്താൻ പറ്റി. നാട്ടിലുള്ള കുറേ പ്രേക്ഷകർ ചോദിച്ചു എങ്ങനെയാണ് വ്ളോഗിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടെന്നുള്ളത്. ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് റെഡിയാ. കാണാൻ രസമുണ്ട്. ഞാൻ യാദർശികമായി ഞാൻ പോലും അറിയാതെ ഇങ്ങനെയാണ് ഞാൻ വേണമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ലേ ഈ യൂട്യൂബ് ചാനൽ. എന്താ വെച്ചാൽ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ഓരോ വീഡിയോ എടുത്ത് കണ്ട് ഫോണ് നിറഞ്ഞു ഫുള്ളായി. അപ്പൊ ഞാനിത് ഒഴിവാക്കാനും തോന്നില്ല, ഡിലീറ്റ് ആക്കാൻ തോന്നി. അന്നപ്പോ യൂട്യൂബ് പിന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോ എപ്പോഴും അങ്ങനെ എടുത്തു നോക്കിയപ്പോ അത് ഞാൻ എന്നോട്ടൊരു വീഡിയോ എപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതിലിട്ടാല് എപ്പോഴും അതിലുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അതിലിട്ടച്ച് അന്നപ്പോ വ്യൂസ് കയറി, വണ്ടിയൊക്കെ പോയി. അങ്ങനെ ഞാൻ ഒരാളോട് കാണിച്ചു കൊടുത്തു. അതിന് ശേഷം ഭയങ്കര മോട്ടിവേഷൻ, അങ്ങനെ ഇടാൻ തുടങ്ങി. അങ്ങനെ കുറെ ആൾക്കാർ അറിഞ്ഞു. അതിനുശേഷം എല്ലാരും ഇടുന്നില്ലേ എന്താ ഇടാത്ത വീഡിയോ ഒന്നും വന്നില്ലല്ലോ. വീഡിയോ പൊരക്കാരെന്താണ്ടോ ചോദിക്കുക, പുറത്തുനിന്ന് ആരുമല്ല, പൊരക്കാര് കുടുംബക്കാര് ഫാമിലി, ആരും ചോദിക്കാനില്ല. അങ്ങനെയാണ് ഇതൊക്കെ ഇടാൻ തുടങ്ങിയത്. ഇപ്പൊ എന്താണ് നിങ്ങളെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴുള്ളൊരു അഭിപ്രായം? കുറച്ച് കഷ്ടപ്പാടാണ്. മാറ്റങ്ങൾ എന്തോ കാണുന്നത്. മാറ്റങ്ങളോ? വീഡിയോ ഇട്ടപ്പോ ഭർത്താവ് വെള്ളിയാഴ്ച കട്ടുമ്പോ എനിക്കില്ല. ഇത്രയും ദിവസം ഞാൻ പണിയെടുത്തല്ലേ, ഒരു ദിവസം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് ഞായറാഴ്ച ഞങ്ങളങ്ങോട്ടേ പോകും. ഞായറാഴ്ച വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേ പോകും. പിന്നെ വെള്ളിയാഴ്ച ഫുള്ള് റെസ്റ്റാണ്. അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് നല്ല ചേഞ്ച് ഉണ്ട്.
വ്ലോഗ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും എങ്ങോട്ടെങ്കിലും പോവും. അതാണ് ഇതിനെ കൊണ്ട് എനിക്ക് കിട്ടിയൊരു ഉപകാരം. നമ്മൾ പൈസ മോഹിച്ചല്ലല്ലോ ചെയ്യുന്നത്, പൈസ പ്യുവർ പാഷൻ മാത്രം. അങ്ങനെയൊന്നുമില്ല. തുടങ്ങിയപ്പോ കിട്ടിയാ വാങ്ങും അല്ലേ? വേണ്ടാന്നൊന്നും പറയില്ല. അങ്ങനെ എങ്ങനൊക്കെ തുടങ്ങിപ്പോയി. അപ്പൊ പിന്നെ തുടങ്ങിയപ്പോ സ്റ്റോപ്പ് ചെയ്താലേ അതിപ്പോ അത് എന്താ പറയാ ഒരു മോശം പോലെ. അപ്പൊ ഇതിനോടുണ്ടായ ഉപകാരം എന്ന് വെച്ചാല് വെള്ളിയാഴ്ച ഞങ്ങളൊന്ന് ഇറങ്ങും പുറത്തേക്ക്, ഇടയിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. നമ്മള് ആൾക്കാരെ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റി. അതിപ്പോഴും ഉണ്ട്. കുറച്ച് ആൾക്കാരുടെ പോയി ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കാനും വീഡിയോ എടുക്കാനും നല്ല മടിയാണ്. ഈ ബീച്ചിൽ ഉപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ഇതായനല്ലേ? അപ്പൊ ഉപ്പ് എവിടെ കിട്ടി കഴിഞ്ഞു? അല്ല, ഈ വെള്ളത്തിലെ ഉപ്പ് സത്യാഗ്രഹം എങ്ങനെ നടക്കാനും. അല്ല, ഈ ഉപ്പില്ലെങ്കിൽ എല്ലാവർക്കും കുളിക്കാനും ഇതൊക്കെ ഭയങ്കര. ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ നമുക്ക് കണ്ടുപിടിച്ച ഈ കടലിനല്ലേ, ഇതൊന്നും അറിയില്ലല്ലേ. ഇപ്പം ഗാന്ധിജി ഉപ്പ് കണ്ടുപിടിച്ചേ? ഉപ്പ് കണ്ടുപിടിച്ച ഗാന്ധിജി ഒന്നും ആയിരിക്കും എന്തായാലും ഉപ്പിന് വേണ്ടി സമരം ചെയ്ത ഗാന്ധിജി. ഞണ്ടുകളെ നോക്കിയേ, ഞണ്ടുകളുണ്ട് ഇത്. ഗൈസ് രണ്ടാള് എൻ്റെ മോന്തങ്ങോട്ട് വെക്ക്, രണ്ടാള് അപ്പുറത്തുനിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതെ, ഇത് നമ്മളെ ഫേവറേറ്റ് കടയാണ് ലാബറി. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് കുറവാണ്. ഇവിടുത്തെ ചായ നല്ല അടിപൊളി ചായ. നല്ല ടേസ്റ്റ്. ഗൈസ് ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, നമ്മൾ ഇവിടെ ഓലോട് ഞങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻ പോയിട്ട് സബ്സ്ക്രൈബർ ഇല്ല. ഗൈസ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ 2 ടൈപ്പ് സാൻഡ്വിച്ച് ആണ്. അത് ഒന്ന് പൊറാട്ടയിലും ഒന്ന് സാമോണോ അങ്ങനത്തെ സാധനം. ഇത് പൊറാട്ടൻ്റെ